ഹലോ ഗൈസ്, പുതുവീഡിയോയിലേക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മൾ ഇന്ന് മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടുനോക്കാം. 20 ഒരു സാധാരണക്കാരനാണ്. ദൃശ്യം 1 എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ചെറിയ കുടുംബം. അവിടെ ഒരു അതിഥി സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. 2021 സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. അയാൾ നമ്മളെയാണ്. 2026 ദൃശ്യം 3. പള്ളിയിലെ ജനിച്ചപ്പോൾ തുടങ്ങിയതാണ് എന്റെ ജീവിതം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ദൃശ്യം 3. The past never stays silent. ചിത്തു ജോസഫ്, May 21st, 2026. സോ ഗൈസ്, സംഭവം ഫസ്റ്റ് പാർട്ടിൻ്റെ കുറിച്ച് കാണിച്ചു, സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു പ്ലോട്ട് പറഞ്ഞു, തേർഡ് പാർട്ടിലേക്ക് ജസ്റ്റ് ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട്. ജോർജ് കുട്ടിക്ക് ചെയ്ത പാപനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷേ ഫാമിലീനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ പശ്ചാത്താപമുണ്ട്. സോ ഇനി എന്താ നടക്കാൻ പോണേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. സോ നമ്മുടെ എസ്തർ അനിൽ ഏതൊരു ഇന്റർവ്യൂവിൽ അങ്ങോട്ട് പറയാനും കേട്ടിരുന്നു, സെക്കൻഡ് പാർട്ടിൽ ചേച്ചിനെ കുറച്ചുകൂടി മുമ്പിൽ നിർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഈ തേർഡിലേക്ക് വരുമ്പം അനീതിക്ക് കുറച്ച് കോംപ്ലക്സ് ഒക്കെ അടിച്ച് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. സോ അത് സത്യമാണോ എന്നറിയില്ല. സോ എന്തായാലും അങ്ങനെ ഒരു സംഭവം കൂടി ആഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ കേട്ടിരുന്നു. സോ എന്തായാലും നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇത് വെറും ചെറിയൊരു സാധനം മാത്രം, ഒരു ബിറ്റ് മാത്രം അവർ തന്നിട്ടുള്ളൂ. 1ഉം 2നും കുറച്ച് ആ ഒരു 1 ലൈന് പറഞ്ഞു, 3ന്റെ ഒരു ചെറിയൊരു ലൈൻ ഇട്ടാന്നിട്ട് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും May 21 കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സോ നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണ്, നിങ്ങളുടെ കമന്റ്സ് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.